Hello everyone, welcome to Ants Anatomy. So this is going to be a different video. എന്നോട് കുറേ പേര് ചോദിച്ചു ഈ ഓസ്റ്റിയോളജി വീഡിയോസ് മാത്രം ഇടാതെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും വീഡിയോസ് ഇടുവാണെങ്കിൽ ഞങ്ങൾ കാണാമെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോസ് അല്ല ഇഷ്ടം, ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോസാണ് ഇഷ്ടം. സോ ഹിയർ ഐ പ്രസൻറ്റ് എ ഡേ ഇൻ മൈ ലൈഫ്. അധികം ബോറടിപ്പിക്കുന്നില്ല, സ്ട്രെയിറ്റ് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ 5 ആയപ്പോൾ എണീറ്റു. ഇന്ന് ഞങ്ങൾക്ക് പെത്തോളജി സെമിനാർ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ എണീറ്റത്. എന്നിട്ട് ഞാൻ ബെഡൊക്കെ റെഡിയാക്കി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ പഠിക്കാനിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. നിങ്ങൾ സ്റ്റഡി ടേബിളിൽ ബുക്സൊന്നും കണ്ട് പേടിക്കേണ്ട. ആ ക്ലിനിക്കൽ സർജറി ബുക്ക് വെച്ച് ബാക്കി എല്ലാ ടെക്സ്റ്റ് ബുക്സും നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കുന്നതാണ്. ഈവൻ ഫോറൻസിക് മെഡിസിൻ ആയാലും കമ്മ്യൂണിറ്റി മെഡിസിൻ ആയാലും. അങ്ങനെ കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞപ്പം ഞാൻ വെള്ളം തീർന്നത് നോക്കുന്നത്. അങ്ങനെ ഞാൻ മുകളിൽ പോയിട്ട് വെള്ളം റീഫിൽ ചെയ്തു. എൻ്റെ റൂമെന്ന് പറയുന്നത് ബേസ്മെൻറ്റിലാണ്, അതുകൊണ്ട് തന്നെ വെള്ളം എടുക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ വരെ പോകണം. ബേസ്മെൻറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് റേഞ്ചിന് ഇഷ്യൂസും ഉണ്ട്. എൻ്റെ റൂമിൽ നിങ്ങൾ ആ വിൻഡോ സൈഡിൽ ചെയർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അവിടെ മാത്രമേ നമുക്ക് റേഞ്ച് ഉള്ളൂ. എന്നിട്ട് ഞാൻ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മെസ് ഹാളിലേക്ക് പോയി. മെസ് ഹാൾ എന്ന് പറയുമ്പോൾ നമുക്ക് എഗെയിൻ 2 താഴേക്ക് പോയാലാണ് മെസ് ഹാൾ എത്തുക. ഈവൻ കോളേജിലെ ഷെഡ്യൂൾസ് അറിയില്ലെങ്കിൽ നമുക്ക് മെനൂസ് എല്ലാം കറക്റ്റായിട്ട് അറിയാം. മെസ് ഹാളിൽ നമുക്ക് 6:50 ആകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് വരും. ടീ വേണ്ടവർക്ക് ടീ, കോഫി വേണ്ടവർക്ക് കോഫി, അത് കണ്ടെയ്നേഴ്സിൽ വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മളുടെ ഫ്രൈഡേ സ്പെഷ്യൽ പൂരിയാണ് നമ്മൾക്ക് വിത്ത് പൊട്ടറ്റോ കറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ നമ്മൾ കോളേജിലേക്ക് പോകുന്നു. ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് 5 മിനിറ്റ്സിൻ്റെ ദൂരമുള്ളൂ. അപ്പോൾ ഞാൻ 7:40 ആയപ്പോഴേക്കും ഇറങ്ങി. നമുക്ക് 8 to 9 ഫോറൻസിക് മെഡിസിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളേജ്, നമ്മളുടെ എൻട്രൻസ് ആണിത്. ലെക്ചർ ഹാൾസ് എപ്പോഴും ടോപ്പ് മോസ്റ്റ് ഫ്ലോറിലായിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ ലിഫ്റ്റിൽ പോവാം അല്ലെങ്കിൽ സ്റ്റെയർസ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പെത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെ ഒരു ഷോർട്ട് കട്ട്, അപ്പോൾ അതിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. അവിടെ കൂടെ പോയാൽ സ്ട്രെയിറ്റ് ആയിട്ട് ലെക്ചർ ഹാളിന് ഫ്രണ്ടിൽ പോവാം. സെക്കൻഡ് ഇയേഴ്സിൻ്റെ ഒഫീഷ്യൽ ലെക്ചർ ഹാൾ എന്ന് പറയുന്നത് ലെക്ചർ ഹാൾ നമ്പർ 4 ആണ്. അപ്പം ഇവിടെയാണ് നമ്മളുടെ മോർണിംഗ് സെഷൻസ് ഒക്കെ നടക്കുന്നത്. ഇതാണ് നമ്മളുടെ ലെക്ചർ ഹാൾ. ഇവിടെ ഓൾറെഡി കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. എല്ലാവരും സെമിനാറിൻ്റെ തിരക്കിലാണ്, കുറച്ച് പേരൊക്കെ വരുന്നേ ഉള്ളൂ. ഇവരെത്ര ബിസി ആയിട്ട് എന്താ എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെമിനാർ ടോപ്പിക്സ് ആണ്. നമ്മൾ ഇൻഡിവിജ്വലി സെമിനാർ പ്രിപ്പയർ ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഈ സെമിനാർ ടോപ്പിക്സ് എല്ലാം അസൈൻമെൻ്റ് ആയിട്ട് എഴുതി വെക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. ആൻഡ് ഇതാണ് നമ്മളുടെ ഏറ്റവും ക്രൂഷ്യൽ ടൈം, നമ്മുടെ 8 to 9 ലെക്ചർ കഴിഞ്ഞിട്ടുള്ള ഈ ടൈം. ഈ ടൈമിലാണ് നമ്മൾ മേജർ ഡിസിഷൻസ് എടുക്കുന്നത്. പോസ്റ്റിങ്ങിന് പോകണോ അത് ഹോസ്റ്റലിൽ പോയിട്ട് കുറച്ച് നേരം കൂടെ ഉറങ്ങണോ എന്നുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. അങ്ങനെ ഡിസിഷൻസ് എടുത്ത് ഡിസൈഡ് ചെയ്തവർ റൈറ്റ് ടേൺ എടുത്തിട്ട് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിലേക്കും ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് ഹോസ്റ്റലിലേക്കും പോകും. ഇപ്പോൾ എൻ്റെ എയിം എന്ന് പറയുന്നത് പോസ്റ്റിങ്ങിന് പോകുക എന്നുള്ളതാണ്. എൻ്റെ മേജർ പോസ്റ്റിങ്സ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് മൈനർ പോസ്റ്റിങ്ങിലാണ്. കോളേജിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് അഗൈൻ 5 മിനിറ്റ്സ് നടക്കാനുണ്ട്. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്, ഫുള്ള് ഗ്രീൻ ആൻഡ് പച്ചപ്പ് ഹരിതാപം പിന്നെ പറയണ്ട. ക്ലിനിക്കൽ പോസ്റ്റിങ് നമുക്ക് 9 to 12 ആണെന്ന് പറയുമെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ ആടിപ്പാടിയൊക്കെ എത്തുമ്പോഴേക്കും 9:20 എങ്കിലും ആകും. അങ്ങനെ നമ്മൾ HOD മാമിൻ്റെ അടുത്ത് പോയി അറ്റൻഡൻസ് ഒക്കെ എടുത്ത് നേരെ നമ്മൾ ഡെമോ റൂമിലേക്ക് പോകും. അവിടെ പോയി നമ്മളുടെ ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ ഹിസ്റ്ററി ടേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ടേപ്പും സ്റ്റെത്തും അതുപോലെ തന്നെ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി ചോക്ലേറ്റ്സും ടോയ്സൊക്കെ ആയിട്ടാണ് നമ്മൾ പീഡിയാട്രിക്സ് വാർഡിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് നമ്മൾ കുറച്ച് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിഞ്ഞ് ഹിസ്റ്ററി എടുക്കും. ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ കേസ് പ്രസൻറ്റേഷൻ അത് നിർബന്ധമാണ്. കേസ് പ്രസൻറ്റേഷനിലും എനിക്ക് ഏറ്റവും ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ 2.5 hours അവിടെ ഒറ്റ സ്ട്രെച്ചിൽ നിൽക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മാം പോകുന്ന ടൈം നോക്കി കിട്ടുന്ന ബെഡിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ നിന്ന് ക്ഷീണിക്കുന്നവർക്കും തല ഇറങ്ങുന്നവർക്കുമുള്ള നമ്പർ 1 സൊല്യൂഷനാണ് ഞങ്ങളുടെ സെറ്റ്മാർട്ട്. ഇവിടെ വന്നിട്ട് ഒരു ജ്യൂസും ഒരു ഡയറി മിൽക്കും മേടിച്ചാൽ ഹോസ്റ്റൽ വരെ നടക്കാനുള്ള എനർജി നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ നേരെ മെസ് ഹാളിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കറിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ സ്പെഷ്യൽ നമുക്ക് പായസമുണ്ട്. ഒരു വീക്ക് സേമിയ ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് അടപ്രഥമൻ ഉണ്ടാവും. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് സേമിയാണ്. അപ്പോൾ ഞാൻ ലഞ്ച് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ചോറുണ്ട്, രസം പോലെ എന്തോ കറിയുണ്ട്, തോരൻ പേരറിയില്ല, അവിയലുണ്ട്, അച്ചാറുണ്ട്, പപ്പടം എടുക്കാൻ നോക്കിയപ്പോൾ ചമ്മിപ്പോയി ഗൈസ്, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പായസം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അതും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ
കിട്ടിയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു നാപ്പ് മസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ആഫ്റ്റർനൂൺ ക്ലാസ്സിൽ പോയിട്ട് ഉറങ്ങേണ്ടി വരും. ഇന്നിപ്പോൾ എന്തായാലും സെമിനാർ ആയതുകൊണ്ട് ഉറങ്ങില്ല, അത് 100% ഷുവർ. അങ്ങനെ ഞാൻ പവർ നാപ്പൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഫുൾ പവറായിട്ട് ലെക്ചർ ഹാളിലേക്ക് പോയി. ആഫ്റ്റർനൂൺ സെഷൻസൊക്കെ കൂടുതലും നടത്തുന്നത് ലെക്ചർ ഹാൾ നമ്പർ 1 അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ 2 to 3 സെമിനാർ നടത്താൻ പോകുന്നത്. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സെമിനാർ നേരത്തെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടും മാം എന്നെ വിളിക്കില്ലെന്നുള്ള നല്ല ഉറപ്പുള്ളത് കൊണ്ടും എനിക്ക് അത്രയ്ക്കും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പഠിച്ചൊരു ലെസൺ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ പോകരുത്. കാരണം മാം എപ്പോൾ വേണമെങ്കിലും നമ്മളെ പൊക്കാം. അതുകൊണ്ട് പ്രിപ്പറേഷൻ മുഖ്യം പോയില്ലേ. ഇന്ന് നമുക്ക് 3:20 വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ സന്തോഷമാണ് എല്ലാവരുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലാസ് കഴിഞ്ഞാലും ഹോസ്റ്റലിൽ പോവാതെ ഇങ്ങനെ ലെക്ചർ ഹാളിൻ്റെ ബാക്കിൽ വന്ന് വൈബ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പിള്ളേരുണ്ടാവും. ആ കൂട്ടത്തിൽ പെട്ടവരാണ് ഇവരെയും കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല രസമാണ്. നമ്മളെ ലെക്ചർ ഹാളിൽ നിന്ന് നേരെ നോക്കുമ്പോൾ നമുക്ക് നമ്മളുടെ മൗണ്ട് സെയിൻറ്റ് ഹോസ്പിറ്റൽ കാണാൻ പറ്റും. ആൻഡ് അഗെയിൻ ഇറ്റ്സ് ഫുൾ ഓഫ് പച്ചപ്പും ഹരിതാവും. എല്ലാവരും ക്ലാസ്സിൽ നിന്ന് പോയ ടൈം നോക്കിയിട്ട് ഞാൻ ക്യാപ്ചർ ചെയ്തൊരു വീഡിയോ ആണ്. എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹാളാണിത്. ഇവിടെയാണ് എൻ്റെ വൈറ്റ് കോട്ട് സെറിമണിയും എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ലെക്ചേഴ്സൊക്കെ നടന്നത്. അങ്ങനെ കോളേജിൽ നമ്മൾ നേരെ ടീ ബ്രേക്കിന് മെസ് ഹാളിലേക്ക് പോയി. ഇന്ന് നമുക്ക് വെനസ്ഡേ സ്പെഷ്യൽ പരിപ്പുവടയാണ്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എന്നെ സ്നാക്സ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് എൻ്റെ റൂംമേറ്റാണ്. അപ്പം ഞങ്ങൾ 2 പരിപ്പുവട എടുത്തു ആൻഡ് എന്നെ കോഫി എടുക്കാൻ ഹെൽപ്പ് ചെയ്തു. കോഫിയൊക്കെ കുടിച്ച് നമ്മൾ നേരെ കോളേജിലേക്ക് പോയി. അവിടെ പുതിയ യൂണിയൻ്റെ നെയിം റിവീലിങ്ങിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ട്രഷർ ഹണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ആകെ ടയേർഡായിട്ടൊരു 7 ഒക്കെ ആയപ്പോൾ ഹോസ്റ്റലിൽ വന്നു. അപ്പോൾ അഗെയിൻ നമുക്ക് ഡിന്നറിന് ചോറും സാമ്പാറുണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, തോരൻ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ വരണം, എന്നാലേ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുള്ളൂ. പിന്നെ ഫിഷ് ഫ്രൈയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു 1.5 hours റെസ്റ്റ് എടുത്തിട്ട് പഠിക്കാനായിരുന്നു. നമ്മളുടെ സെമിനാർ ടോപ്പിക്സ് തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് പഠിക്കുമായിരുന്നു. അങ്ങനെ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ട് 12 ആയപ്പോൾ എൻ്റെ റൂമിൽ എനിക്ക് കുക്കീസ് തന്നു. എന്നിട്ട് നമ്മൾ അതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചിട്ട് പോസ്റ്റിങ്ങിലെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ ഒരു 12:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഉറങ്ങി. സോ ഇത്രയുമാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. So thanks for watching, and please don't forget to like, share and subscribe. See you in the next video. Till then,